ഹലോ ഫ്രണ്ട്സ്. പോർച്ചുഗീസ് കാലത്ത് കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെപ്പറ്റി ഇന്ന് നോക്കാം. ഒന്ന് ഉദയംപേരൂർ സൂനഹദോസ്, രണ്ടാമത്തെ സംഭവം കൂനൻ കുരിശു കലാപം. പോർച്ചുഗീസുകാരുടെ കാലത്ത് നമ്മുടെ കേരളത്തിൽ സെന്റ് തോമസ് ക്രിസ്ത്യാനികളായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ബാബിലോണിലെ പാത്രിയാർക്കിനുണ്ടായിരുന്ന അധികാരത്തിന് കീഴിൽ സുറിയാനി ഭാഷയിലെ പ്രാർത്ഥനാക്രമമായിരുന്നു സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ കത്തോലിക്ക മതത്തിൻ്റെ പ്രാർത്ഥനകളും വിശ്വാസവും പിന്തുടർന്നിരുന്ന പോർച്ചുഗീസുകാർ ഈ സുറിയാനി ക്രൈസ്തവരുടെ പ്രാർത്ഥനാക്രമം ലത്തീൻ പ്രാർത്ഥനയിൽ ഏർപ്പെടുത്തുക, അവരെ റോമിലെ കത്തോലിക്ക മതത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് പിന്നീട് അങ്ങോട്ട് ചെയ്തത്. അതിൽ തന്നെ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു സംഭവമാണ് ഉദയംപേരൂർ സൂനഹദോസ്. 1599 ജൂൺ മാസത്തിൽ സമ്മേളിച്ച ഉദയംപേരൂർ സൂനഹദോസ് നെസ്റ്റോറിയൻ മിഥ്യാവാദത്തെ ഉന്മൂലനം ചെയ്യുകയും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ റോമൻ സഭയുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ സൂനഹദോസിൽ 813 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചത് ഗോവയിലെ ആർച്ച് ബിഷപ്പായ അലക്സിസ് ഡി മെനസസ് ആണ്. ഈ സൂനഹദോസിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നത്? സുറിയാനി ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് അനാശാസ്യമായ ഭാഗങ്ങൾ എടുത്തുമാറ്റി. അതുപോലെ ദൈവവിരുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞു. സുറിയാനി കുർബാന ലത്തീൻ കുർബാനയ്ക്ക് അനുസൃതമായി ഭേദപ്പെടുത്തി. അങ്ങനെ ഈ സൂനഹദോസ് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ബാബിലോണിലെ പാത്രിയാർക്കുമായിട്ടുണ്ടായിരുന്ന ആ ദീർഘകാലത്തെ ബന്ധം വിച്ഛേദിച്ചിട്ട് റോം ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചിരുന്ന പോപ്പിൻ്റെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ പിന്നീട് ലത്തീൻ മാർഗം സ്വീകരിച്ച ക്രിസ്ത്യാനികളും സുറിയാനി മാർഗത്തിൽ ഉറച്ചു നിന്ന ക്രിസ്ത്യാനികളും രണ്ട് രൂപതയിൽ ഉൾപ്പെട്ടു. നമ്മുടെ ലത്തീൻ മാർഗം സ്വീകരിച്ചവർ കൊച്ചി രൂപതയിലും സുറിയാനി മാർഗത്തിൽ തന്നെ ഉറച്ചു നിന്നവർ അങ്കമാലിയിലെ പഴയ സുറിയാനി രൂപതയിൽ തന്നെയും ഉൾപ്പെട്ടു. എന്നാൽ സൂനഹദോസ് സമാധാനപരമായിരുന്നു എന്ന് പറഞ്ഞെന്ന് ആശ്വസിക്കാൻ കഴിഞ്ഞില്ല. അടുത്തത് കൂനൻ കുരിശു കലാപമായിരുന്നു. കാരണം സൂനഹദോസിന്റെ വിജയം അധിക നാള് നീണ്ടു നിന്നില്ല. അതിനു മുമ്പ് തന്നെ സുറിയാനി ക്രിസ്ത്യാനികളെല്ലാം പോർച്ചുഗീസ് അധികൃതരുമായിട്ട് രൂക്ഷമായ ഒരു വഴക്കിലേക്ക് എത്തിപ്പെട്ടു. പോർച്ചുഗീസ് അധികൃതർക്ക് പോപ്പ് നൽകിയ അധികാരമാണ് പാഡ്രോഡോ എന്ന് അറിയപ്പെടുന്നത്. ഈ പാഡ്രോഡോ ഉപയോഗിച്ചുകൊണ്ട് പോർച്ചുഗീസ് രാജാവ് അങ്കമാലി രൂപതയിലേക്ക് യൂറോപ്യന്മാരായ ലത്തീൻ ബിഷപ്പുമാരെ നിയമിച്ചു. ഇത് നമ്മുടെ സുറിയാനി ക്രൈസ്തവർക്കിടയിൽ വളരെ ഒരു എതിർപ്പിന് കാരണമായി മാറി. സൂനഹദോസിൻ്റെ സമയത്ത് പോപ്പിൻ്റെ ആധിപത്യമൊക്കെ ഇവർ അംഗീകരിച്ചെങ്കിലും പിന്നീട് അവർക്ക് സ്വന്തം മാർഗത്തിലുള്ളൊരു ബിഷപ്പ് വേണമെന്ന് വളരെ നിർബന്ധമായി. അങ്ങനെ ഈ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് ബാബിലോണിലെ യാക്കോബായ പാത്രിയാർക്ക് കേരളത്തിലേക്ക് അഹറ്റല എന്ന് പറയുന്ന ഒരു സുറിയാനി ബിഷപ്പിനെ അയക്കുകയാണ്. ബാബിലോണിയയിൽ നിന്നും നമ്മുടെ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി അയക്കപ്പെട്ട ഈ അഹറ്റല എന്ന് പറയുന്ന ബിഷപ്പിനെ പോർച്ചുഗീസുകാർ തടഞ്ഞെന്നും അതുപോലെ കൊലപ്പെടുത്തിയെന്നുമുള്ള ഒരു വാർത്ത സുറിയാനി ക്രൈസ്തവർക്കിടയിൽ പരക്കുകയും അവർ വളരെ പ്രക്ഷുബ്ധരാകുകയും ചെയ്യുകയാണ്. പിന്നീട് ഇവർ മട്ടാഞ്ചേരിയിലെ പഴയ കുരിശിൻ്റെ മുൻപിൽ തടിച്ചുകൂടി ആ കുരിശിലൊരു നീണ്ട വടം കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് ലത്തീൻ ആർച്ച് ബിഷപ്പുമാരെയും ജസ്യൂട്ട് പുരോഹിതരെയും ഇനി അനുസരിക്കാൻ കഴിയില്ല എന്ന് പ്രതിജ്ഞ എടുത്തു. ഈ സംഭവം കൂനം കുരിശ് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിനുശേഷം സുറിയാനി ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ആലങ്ങാട്ടേക്ക് പോയി അവരുടെ ആർച്ച് ഡീക്കനായ തോമസിനെ മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്തു. ഈ സംഭവം കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ഒരു പരിവർത്തന ബിന്ദുവായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് റോമ സുറിയാനികളെന്നും യാക്കോബ സുറിയാനികളെന്നും വ്യക്തമായിട്ട് രണ്ട് വിഭാഗങ്ങൾ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായത്. ഇതിൽ റോമ സുറിയാനികൾ റോമ സഭയെ ആദരിക്കുന്നവരും
യാക്കോബായ സുറിയാനികൾ പോപ്പിൻ്റെ അധികാരത്തെ പരിത്യജിക്കുന്നവരുമായിട്ടാണ് അറിയപ്പെട്ടത്. റോമാ സുറിയാനികൾ പഴയ കുറ്റുകാരെന്നും യാക്കോബായ സുറിയാനികൾ പുത്തൻ കുറ്റുകാരെന്നും അറിയപ്പെട്ടു. എന്നുവെച്ചാൽ 2 ലക്ഷോളം വരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ നമ്മുടെ കേരളത്തിലൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ആ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ 400 പേർ മാത്രമേ ലത്തീൻ ആർച്ച് ബിഷപ്പിൻ്റെ ആധിപത്യം അംഗീകരിച്ചിരുന്നുള്ളൂ. ബാക്കിയുള്ള സുറിയാനികളെല്ലാം ആർച്ച് ഡീക്കനാണ് തങ്ങളുടെ ഒരേ ഒരു ആർച്ച് ബിഷപ്പെന്ന് പരിഗണിച്ചിരുന്നുള്ളൂ. അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സഭയെ ലത്തീൻ സഭയാക്കുവാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം അന്ന് ഭാഗികമായി മാത്രമേ വിജയിച്ചിരുന്നുള്ളൂ. ഈ സംഭവമാണ് കൂനൻ കുരിശ് സത്യം എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത്.